التمسك بالأثر نجاه. അടുത്ത ഹദീസ്. الحديث السابع عشر عن زيد بن خالد الجهني رضي الله عنه أنه قال صلى لنا رسول الله صلى الله عليه وسلم صلاة الصبح بالحديبية على إثر سماء كانت من الليلة، فلما انصرف النبي صلى الله عليه وسلم أقبل على الناس فقال: هل تدرون ماذا قال ربكم؟ قالوا: الله ورسوله أعلم. قال أصبح من عبادي مؤمن بي وكافر، فأما من قال مطرنا بفضل الله ورحمته فذلك مؤمن بي كافر بالكوكب، وأما من قال بنوء كذا وكذا فذلك كافر بي مؤمن بالكوكب. متفق عليه. സെയ്ദ് ബിൻ ഖാലിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച സ്ഥലം പറയുന്നുണ്ട് ഹുദൈബിയാണ്. ഹുദൈബിയ നിങ്ങൾക്ക് അറിയാം, പ്രസിദ്ധമായ സന്ധി നടന്ന മക്കയുടെ അടുത്തുള്ള സ്ഥലമാണ് ഹുദൈബിയ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് സംഭവിച്ചത്. ആ നിസ്കാരം കഴിയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് അലാ ഇസ്രി സമാഇൻ കാനത് മിനൽ ലൈല, രാത്രിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആകാശത്തു നിന്നും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു മഴയ്ക്ക് ശേഷമുള്ള സമാ എന്ന മഴക്ക് പറഞ്ഞത്, സമാ എന്ന് മഴക്ക് പറയാറുണ്ട്, കാരണം മഴ ആകാശത്തു നിന്ന് വരുന്നതുകൊണ്ട് മഴയെ സമാ എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ രാത്രി ഒരു മഴ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മഴയുടെ കാര്യം വെറുതെ സ്വഹാബി പറഞ്ഞതല്ല, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം പറയുന്നുണ്ട്. ഫലം മൻസറഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബല അലന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, ഫഖാൽ ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമോ? അല്ലാഹു തആല എന്തോ പറഞ്ഞൊരു വഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബികൾ അറിയിക്കുന്ന രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം സ്വഹാബികൾക്ക് എന്താണ് അള്ളാഹു പറഞ്ഞതെന്ന് അറിയില്ല, പക്ഷെ ഇതൊരു രീതിയാണ്, ആളുകൾക്ക് കൂടുതൽ ജിജ്ഞാസ ഉണ്ടാക്കാനുള്ള ഒരു രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി സുബ്ഹാനല്ലാഹ് അവിടുത്തെ ജനങ്ങളെ പഠിപ്പിക്കുന്ന രീതി വളരെ മനോഹരമായ രീതിയാണ്. സ്വഹാബികളോട് പലതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞു കൊടുത്തുകൊണ്ടും ഈ രൂപത്തിൽ ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞു കൊടുത്തുകൊണ്ടും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മാതൃകയാണ്. ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, റബ്ബ് എന്താണ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? എന്നാൽ സ്വഹാബികൾ ഏറ്റവും മര്യാദയുള്ള ആളുകളാണ്. സ്വഹാബികൾ പറഞ്ഞത് ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, ഇല്ല എന്ന് വേണം പറഞ്ഞാൽ മതി, അത് ശരിയാണ്, തെറ്റൊന്നുമല്ല ഇല്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഇല്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അത് ആർക്കാണ് അറിയുക? അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം. എങ്ങനെയാണ് റസൂലിനെ അറിയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നത് ഖുദ്സിയായ ഹദീസാണ്, കാരണം അള്ളാഹുവിൻ്റെ വാക്കാണ്. ഖാല അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ, എൻ്റെ അടിമകളിൽ ചിലർ എന്നെ വിശ്വസിക്കുന്നവരുമായി തീർന്നിട്ടുണ്ട്, കാഫിറായി തീർന്നിട്ടുണ്ട്. അസ്ബഹ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ, ഇന്നലെ വരെ മുസ്ലിമായി, രാത്രി മുസ്ലിമായിരുന്നു. രാവിലെ എണീച്ചപ്പോൾ ചില ആളുകൾ കാഫിറായിട്ടുണ്ട്, ചില ആളുകൾ മുഅ്മിനായിട്ടുണ്ട്. ആരാണത്? ഫഅമ്മാ മൻ ഖാൽ മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മതി ഫദാലിക മുഅ്മിനും ബി കാഫിറുൻ ബിൽ കൗകബ്, ആരാണോ രാവിലെ മഴ കണ്ടതിന് ശേഷം മുത്തിർന നമുക്ക് മഴ ലഭിച്ചു, ബിഫദ്ലില്ലാഹ് അള്ളാഹിന്റെ ഔദാര്യം കൊണ്ട്, വറഹ്മതിഹി അള്ളാഹിന്റെ കാരുണ്യമാണ് മഴ, അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പറഞ്ഞവർ ഫദാലിക മുഅ്മിനും ബി, അതാണ് എന്നിൽ വിശ്വസിച്ചവർ, കാഫിറുൻ ബിൽ കൗകബ്, അവർ കൗക്കബിനെ അഥവാ നക്ഷത്രത്തെ അവിശ്വസിച്ചവരാണ്. എന്താണ് വിഷയം? ഇൻഷാ അല്ലാഹ് പറയാം. വമ്മൻ ഖാല ബിനൗഇ കദാ വകദ, ഇന്നാൽ ഇന്ന നക്ഷത്രങ്ങൾ കൊണ്ട്, ഞാറ്റുവേലകൾ കൊണ്ടാണ് മഴ പെയ്തത് എന്നൊക്കെ പറയുന്ന ചിലരുണ്ട്. ആ നക്ഷത്രമാണ് മഴ പെയ്യിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ ചിലരുണ്ട്. ഫദാലിക കാഫിറുൻ ബി മുഅ്മിനും ബിൽ കൗകബ്, അവർ എന്നെ അവിശ്വസിക്കുകയും അവർ ഇത്തരം നക്ഷത്രങ്ങളെ വിശ്വസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഇപ്പോൾ ഇവിടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പം നക്ഷത്രങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നൊക്കെ ചില ആളുകൾ ജാഹിലിയത്തിൽ വിശ്വസിച്ചിരുന്നു. ചില നക്ഷത്രങ്ങൾ അതിന് സ്വന്തമായി അതിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. ആ നക്ഷത്രങ്ങൾ ആരാധിക്കുക, ആ നക്ഷത്രങ്ങൾക്ക് ഗുണദോഷങ്ങൾ ഉപദ്രവങ്ങളൊക്കെ കൊണ്ടുവരാൻ, അതുപോലെ തന്നെ ഉപകാരങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന സമൂഹം ഉണ്ടായിരുന്നു. നക്ഷത്രങ്ങളെ എന്തിനും ആരാധിച്ചിരുന്നു അവർ. അത് കുഫ്റിന് അക്ബറായ കാര്യമാണ്. അത് കുഫ്റിന് അക്ബറായിട്ടുള്ള കാര്യമാണ്. നക്ഷത്രങ്ങൾക്ക് അങ്ങനെ സ്വന്തമായി ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നൊരാൾ വിശ്വസിക്കുകയാണ് എങ്കിൽ അത് കുഫ്റിന് അക്ബറായ കാര്യമാണ്. ഞാൻ അള്ളാഹ് കൊടുത്ത കഴിവാണെന്ന് വിശ്വസിച്ചാലും ശരി, അങ്ങനെയാണ് ചില ആളുകളുടെ വിശ്വാസം. അപ്പം അള്ളാഹ്ക്ക് കഴിയുന്ന ആ കാര്യം നക്ഷത്രങ്ങൾക്ക് ചെയ്യും, ഉപകാരോപദ്രവങ്ങൾ ചെയ്യുക അത് അള്ളാഹ്ക്ക് മാത്രം ചെയ്യുന്ന കാര്യമാണ്. നക്ഷത്രങ്ങൾക്കുണ്ട് എന്നൊരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് കുഫ്റിന് അക്ബറായിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത് ചില ആളുകൾ അവർ ഇത്തരം നക്ഷത്രങ്ങൾക്ക് ഈ പറയുന്നത് പോലെ, ഹദീസിൽ പറഞ്ഞതുപോലെ മഴ കൊണ്ടുവരാൻ സാധിക്കും, നക്ഷത്രങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും, അങ്ങനെ നക്ഷത്രങ്ങൾ വന്നാൽ ഇങ്ങനെ ആ നക്ഷത്രത്തിൻ്റെ ദിവസത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നക്ഷത്രം അവിടെ വന്നാൽ അങ്ങനെ ഭാഗ്യമുണ്ടാകും, അങ്ങനെ നക്ഷത്രങ്ങൾക്ക് അള്ളാഹു കാരണമാക്കാത്ത ചില കാരണങ്ങൾ പറയുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്താൽ അത് ശിർക്കുൻ അസ്ഗറാണ്. ആ നക്ഷത്രം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്.
എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കാരണം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, അവർ ഇത് പ്രാപഞ്ചികമായ തെളിവിൽപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പം നക്ഷത്രത്തിൽപ്പെട്ട തന്നെയാണ്, അതിന് പൊതുവായിട്ട് പെട്ടതാണ് ഖമറൊക്കെ, ചന്ദ്രനൊക്കെ. ഇപ്പോൾ ചന്ദ്രൻ വരുമ്പോൾ നമുക്കറിയാം 14 രാവിലെ അത് വേലിയേറ്റം വേലിയിറക്കൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാവുക. അമാവാസിയിൽ ഏതിലാണോ വേലിയേറ്റത് വേലിയിറക്കം എനിക്കറിയില്ല, ഏതോ ഒന്നില്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് അറിയപ്പെട്ട കാര്യമാണ്, അത് പഠനമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പം അങ്ങനെയാണ് ഒരാൾ വിശ്വസിക്കുന്നത് എങ്കിൽ അത് എന്തില്ല, അത് തെറ്റില്ല. കാരണം അത് ശരീഅത്തിനെതിരെ അതിന് കൃത്യമായ സബബുകളുണ്ട്. അതല്ലാതെ കേവലം ഒരു വ്യക്തമല്ലാത്തതായ ഒരു വിശ്വാസമല്ല, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിക്കുക എന്നുള്ളത് അത് തെറ്റില്ല. അപ്പം അതിൽപ്പെട്ടതാണ്, ഈ മൂന്നാമത്തതിൽപ്പെട്ടതാണ് കാലാവസ്ഥ നിരീക്ഷണവും മറ്റുമൊക്കെ ചെയ്യുന്നത്. അല്ല, അവർ ആ കാര്യങ്ങൾ പറയുന്നത് ആ നിലക്കാണ്. അപ്പം അങ്ങനെ കാലാവസ്ഥ നിരീക്ഷണം എന്ന് പറയുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിൽ എന്തെങ്കിലുമൊക്കെ പങ്കു ചേർക്കുന്ന കാര്യമല്ല. കാരണം അള്ളാഹുവിൻ്റെ അറിവ് യഖീനായ ഇൽമാണ്. ഇതെന്ന് പറഞ്ഞാൽ വന്യയായ കാര്യമാണ്. നമ്മൾ പറയുമ്പോൾ തന്നെ പറയാറുണ്ട്, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാണ് ആളുകൾ ചില കാര്യങ്ങളെക്കുറിച്ച് ഊഹിച്ച് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാറുള്ളത്. കാരണം അവരുടെ ഇൽമ അതാണ്, യഖീനായ ഇൽമല്ല. അപ്പം അങ്ങനെയാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ അത് പറയുന്നത് ചില അദബുകളുണ്ട്. അള്ളാഹുവിൻ്റെ ഉദ്ദേശത്താൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അള്ളാഹുവിൻ്റെ ഉദ്ദേശത്താൽ ഇന്ന ദിവസം ഗ്രഹണമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വാക്കുകളാണ് ഒരാൾ പറയേണ്ടത്. അതാണ് അതിൻ്റെ മര്യാദ. അപ്പം അതൊരാൾ അത്തരം കാരണങ്ങളിലൂടെ കണ്ടെത്തുന്ന നക്ഷത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒരാൾ വിശ്വസിക്കുകയാണ് എങ്കിൽ അത് കുഫറല്ല, അത് ഷിർക്കല്ല, അത് ഹറാമായ കാര്യവുമല്ല, അത് അനുവദിക്കപ്പെട്ട ഒരു ജായിസായിട്ടുള്ള കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട ഇൽമു തഅ്സീർ എന്ന് പറയും. ഈ പറഞ്ഞ 3 കാര്യങ്ങളും അങ്ങനെയിൽപ്പെട്ടതാണ്. അത് നക്ഷത്രങ്ങൾക്കുണ്ടാക്കുന്ന ചില സ്വാധീനങ്ങൾ. എന്നാൽ നക്ഷത്രങ്ങളെ അത് ശരിയായ രൂപത്തിലുള്ള ഇൽമു തൈസീറുണ്ട്, ഇൽമു തസീറുണ്ട്. അത് സെയറിന് വേണ്ടി, യാത്രക്ക് വേണ്ടി നക്ഷത്രങ്ങളെ ഉപയോഗിക്കാറുണ്ട്. യാത്രകൾക്ക് വേണ്ടി പഴയ കാലത്തും അതുപോലെ ദിശ മനസ്സിലാക്കാനും ഒക്കെ നക്ഷത്രങ്ങളെ ഉപയോഗിക്കാറുണ്ട്. ഇന്നും നക്ഷത്രങ്ങളെക്കുറിച്ച് ശരിക്കറിയുന്ന ചില നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഖിബ്ല നിർണ്ണയിക്കാൻ സാധിക്കുന്നതായ ആളുകളുണ്ട്. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, തഅല്ലമു മിനൻ നുജൂമി മാ തഹ്തദു ബിഹി ഫീ ദുലുമാതിൽ ബർരി വൽ ബഹർ സുമൻതഹു. നിങ്ങൾക്ക് നക്ഷത്രത്തിന്റെ ചില ഇൽമുകളൊക്കെ പഠിക്കാം. എന്തിനു പറ്റുന്നതായ മാ തഹ്തദു ബിഹി ഫീ ദുലുമാതിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലൊക്കെയുള്ള ആ ഇരുട്ടിൽ നിന്ന് നിങ്ങൾ വഴി മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. സുമൻതഹു, പിന്നെ അവസാനിപ്പിക്കണം. അത് നമ്മൾ പഴയ കാലത്തേക്കൊന്ന് തിരിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കടലിലെത്തി ഒരാൾ നടുക്കടലിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ കടലിലേക്ക് പോകുന്ന ആൾക്കാർ ചോദിച്ചാൽ മതി, നമുക്ക് പിന്നീട് മനസ്സിലാവില്ല കര ഏതാണ് കടൽ ഏതാണെന്ന് മനസ്സിലാവില്ല. നമുക്കിപ്പം കുറച്ചങ്ങോട്ട് പോയാൽ നമുക്ക് തിരിച്ചങ്ങോട്ട് നോക്കിയാൽ അതാണ് കര എന്ന് മനസ്സിലാവും. പക്ഷെ ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഏത് ഭാഗത്താണ് കര ഏത് ഭാഗത്താണ് കടൽ എന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ കരയാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയാൽ ഒന്നുകൂടി ഉൾക്കടലിലേക്കായിരിക്കും, പിന്നീട് തിരിച്ചു വരാൻ മാത്രമുള്ള എണ്ണയും വകുപ്പൊന്നും ഉണ്ടാവില്ല, മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അന്നൊക്കെ പഴയ കാലത്ത് കാര്യമായി അവർ ദിശകൾ മനസ്സിലാക്കിയിരുന്നതൊക്കെ ചില ചന്ദ്രന്മാരുടെ ചില നക്ഷത്രങ്ങളുടെയൊക്കെ ദിശ നോക്കിയിട്ടാണ്. ആ നക്ഷത്രം നിൽക്കുന്നുണ്ട്, അത് പടിഞ്ഞാറ് ഭാഗമാണ്, അത് കിഴക്ക് ഭാഗമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അപ്പം അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് അനുവദിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഖാല ഖതാദ, ഇമാം ഖതാദ റഹിമഹുല്ലാഹ് മുഫസ്സിറാണ്, താബിഇയാണ്. അദ്ദേഹം ആയത്തിനെ വിശദീകരിച്ചത് കാണാം. വലഖദ് സയ്യന അസ്സമാഅ അദ്ദുന്യ ബിമസാബിഹ്. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ആകാശങ്ങളെ ഈ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ അലങ്കാരമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഖലഖ ഹാദിഹി നുജൂം ലിസലാസ്. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നക്ഷത്രത്തെ അല്ലാഹു തആല പടച്ചത്. ജഅലഹ സീനത്തൻ ലിസ്സമാ, ഈ ആയത്തിൽ പറഞ്ഞതുപോലെ അത് ആകാശങ്ങൾക്കൊരു ഭംഗിയാണ്. നക്ഷത്രങ്ങൾ ഉണ്ടാകുന്ന ആകാശം നല്ല ഭംഗിയുള്ളതാണ്, അതൊരു കാര്യമാണ്. വറുജൂമൻ ലിശയാത്തീൻ, അതുപോലെ നക്ഷത്രങ്ങളെ കൊണ്ട് അതിൽ ചിലതാണ് പിശാചുക്കളെ കട്ടുകളിൽ നിന്നും എറിയാൻ വേണ്ടി അല്ലാഹു തആല ഉപയോഗിച്ചത്. അതും ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തത് അലാമാത്തിൻ യുഹ്തദാ ബിഹാ, അത് അടയാളങ്ങൾ, വഴി അടയാളങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യമായിട്ടാണ് എന്നാണ്. ഫമൻ തഅവ്വല ഫീഹാ ബിഗൈരി ദാലിക അഖ്ത. ഒരാൾ ഈ 3 കാര്യത്തിനല്ലാതെ നക്ഷത്രത്തിനെ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന് അബദ്ധം സംഭവിച്ചിരിക്കുന്നു, അവന് വലിയ അബദ്ധമാണുള്ളത് എന്നുള്ളത് മഹാനായ ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ നക്ഷത്രത്തിൽ ഇവിടെ ചില ആളുകൾ ആ നക്ഷത്രം കൊണ്ടാണ് മഴ പെയ്തത് എന്ന് വിശ്വസിച്ചു, ആ നക്ഷത്രം കാരണത്താലാണ് വിശ്വസിച്ചു. അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു, കുഫ്ർ സംഭവിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെയാണ്, നക്ഷത്രം സ്വയം നിലക്ക് മഴ പെയ്യിപ്പിക്കാം എന്ന് വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ അതെന്താണ്, കുഫ്റുൻ അക്ബറാണ്. എന്നാൽ നക്ഷത്രം ഉള്ളത് കൊണ്ട് മഴ പെയ്തു എന്ന വിശ്വാസമാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അതൊരു കാരണമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നക്ഷത്രം ഉണ്ടായി എന്നുള്ളത് മഴ പെയ്യാനുള്ള കാരണമായിട്ടൊന്നും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഒരാൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഫ്റുൻ അസ്ഗറാണ്, അത് ചെറിയ കുഫ്റാണ്. അള്ളാഹു സബബാക്കാത്ത ഒരു കാര്യം സബബാക്കിയിട്ടുള്ളതാണ്, അത് ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാറ്റുവേലകൾ മറ്റുമൊക്കെ പറയുന്നത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ അനുവദിക്കപ്പെടുന്ന കാര്യം, ഒരാൾ സമയം പറയാം. ഒരാൾ പറയണം കർക്കിടത്തിൽ മഴ പെയ്യാറുണ്ട്
എന്ന് പറയുന്നത് എന്തല്ല, അത് കുഫറല്ല. കാരണം ആ കാര്യം സംഭവിക്കുന്ന സമയമാണ് അയാൾ പറയുന്നത്. അതുള്ളത് കൊണ്ട് മഴ പെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പറയാറുണ്ട് ജൂൺ ആകുമ്പോൾ മഴ പെയ്യാറുണ്ട്, ജൂണിൽ മഴ പെയ്യാറുണ്ട്, ജൂലൈയിൽ നല്ലോണം മഴ പെയ്യാറുണ്ട്, മാർച്ച് മെയ്യിൽ നല്ല ചൂടാവാറുണ്ട്. ഇത് ആ സമയം പറയണം, ആ വക്തിൽ ഇന്നത് സംഭവിക്കാറുണ്ട് എന്ന് പറയുന്നത് അത് തെറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ അവിടെയും ശ്രദ്ധിക്കണം, ജൂണിൽ മഴ കിട്ടും എന്ന രൂപത്തിലുള്ള സംസാരമോ ജൂൺ മഴ കൊണ്ടുവരും എന്ന വർത്തമാനമോ ഇതൊന്നും പറയാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ സമയത്ത് സംഭവിക്കും എന്ന രൂപത്തിൽ ഒരാൾ പറയുകയാണ് എങ്കിൽ അതെന്തില്ല, അത് തെറ്റില്ല. അങ്ങനെ ഒരാൾക്ക് ആ സമയം പറയുക എന്നുള്ളത് അനുവദിക്കപ്പെടുകയാണ്. അതല്ലാത്തത് സഹോദരങ്ങളെ പാടില്ല. ഇതാണ് ഈ ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഹദീസുകൾ ഈ അടുത്ത 18ാമത്തെ ഹദീസ് സഹോദരൻ അമീൻ എടുക്കുന്നതായിരിക്കും. ബാക്കി അസറിന് ശേഷം. അല്ലാഹു തആല അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.